LDFന് 75 സീറ്റ്, UDFന് 65 സീറ്റ്. സാഹിത്യകാരൻ NS മാധവന്റെ പ്രവചനമാണ് അങ്ങനെ അധികാരത്തിൽ വരുമെന്ന്. പക്ഷേ NS മാധവന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം BJPയുടെ കാര്യം NDAയുടെ കാര്യം ഒരിടത്തും മിണ്ടിയിട്ടില്ല. അത് തന്നെ ഒരു അപാകതയാണ്, ഒരു ന്യൂനതയുണ്ട്. NS മാധവനുള്ള ഒരു വൈകല്യത്തെ പറ്റി അത് സൂചിപ്പിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാർ, എന്തെങ്കിലും ഒരു സാധ്യത LDFന് വീണ്ടും അധികാരത്തിൽ വരാനുള്ളതുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. 2, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ NS മാധവന്റെ പ്രവചനമൊക്കെ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ NS മാധവന്റെ പ്രവചനം യാഥാർത്ഥ്യമാവെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. പക്ഷെ NS മാധവൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ നക്കാപ്പിച്ച് കിട്ടിക്കഴിഞ്ഞ സ്വഭാവം മാറും. ഇതിനകത്ത് ഈ പണം വാങ്ങിച്ച് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് മാധവന്റെ പ്രസ്താവനയ്ക്ക് യാതൊരു പ്രാധാന്യം അതിനകത്തില്ല. മാധവൻ പറഞ്ഞ് 75-65 എന്നാ പറഞ്ഞ്. ഇയാൾക്ക് എവിടുത്തെ രാഷ്ട്രീയം അറിയാവുന്നത്? മാധവന്റെ എഴുത്തുകളൊക്കെ വലുതായിരിക്കാം, പക്ഷെ മാധവനെ പോലുള്ള ആളുകളോ മുകുന്ദനെ പോലുള്ള ആളുകളോ ആലങ്കോട് ലീലാകൃഷ്ണനെ പോലുള്ള ആളുകളോ ഇത്തരം ചില എഴുത്തുകാര് ഇവർ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളതല്ല. 1937 കമ്മ്യൂണിസ്റ്റ് പാർട്ടി EMSന്റെ ഒക്കെ നേതൃത്വത്തിൽ അക്കാലത്തിൽ കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകാരൊരു പ്രസ്ഥാനം തുടങ്ങി. നമ്മുടെ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ബദലായിട്ട് അവർ തുടങ്ങിയത്. ആ തുടങ്ങിയതിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അല്ല, യുവകലാ സാഹിത്യ CPI രണ്ടാമത് തുടങ്ങിയതാണ്. ഈ പറയുന്നൊരു അതെ ഇപ്പോൾ ഉള്ളത്. അതിനൊക്കെ മുന്നേ ഉണ്ടായിരുന്നു. EMS ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്താൽ തുടങ്ങി. അതിന് എഴുത്തുകാരൊക്കെയാണെന്നറിയാമോ? EMS എഴുത്തുകാരനായിരുന്നു, സമ്മതിച്ചു. K. ദാമോദരന്റെ എഴുത്തുകാരനായിരുന്നു. പട്ടവാക്കിയൊക്കെ പുള്ളി അക്കാലത്ത് എഴുതിയത്. ആ സമയത്ത് ഒരു എഴുത്തുകാരനകത്ത് ഉണ്ടായിരുന്ന ഏക ആള് പിള്ളയാണ്, കേശവദേവാണ്. കേശവദേവിന് കേശവപിള്ളി ആവുന്നതിന് മുമ്പായിട്ടുള്ളതാണത്. അപ്പൊ ആ സമയത്ത് അതിനെ കുറിച്ചിട്ട് അന്ന് സഞ്ജയനും കുട്ടികൃഷ്ണമാരും പറഞ്ഞൊരു കമന്റ് ഉണ്ട്. ഇതിനകത്തൊക്കെ ഉത്തമാംഗം വയറായിരിക്കുന്ന ആളുകൾ മാത്രമാണ് എഴുത്തുകാര്. ഇന്നിപ്പോ CPM അധികാരത്തിൽ വരുന്ന പറയുന്ന ആളുകളൊക്കെ സഞ്ജയൻ ജീവിച്ചിരുന്നുവെങ്കിൽ, കുട്ടികൃഷ്ണമാരാർ ജീവിച്ചിരുന്നുവെങ്കിൽ, ഈ പറയുന്ന NS മാധവനെ കുറിച്ചും M. മുകുന്ദനെ കുറിച്ചും ആലങ്കോട് ലീലാകൃഷ്ണനെ കുറിച്ചൊക്കെ പറയുന്ന വാക്കുകൾ ഉത്തമാംഗം വയറായിട്ടുള്ള ആളുകൾ എന്നാ പറയുക. കാരണം ഇവര് ചിന്തയല്ല വരിക, ഇവര് ബുദ്ധിയല്ല പ്രവർത്തിക്കുന്നത്. മാധവൻ അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നത് എനിക്ക് സാഹിത്യ പരിഷത്തിന് പ്രസിഡന്റ് ആവാൻ പറ്റുമെന്നാ. ഇപ്പൊ സച്ചിദാനന്ദൻ ഉണ്ട്, അയാൾ അത്തരത്തിലുള്ള ആളാ. സച്ചിദാനന്ദൻ വഴി സാഹിത്യ പരിഷത്തിന്റെ പ്രസിഡന്റാണ് ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ കാലത്ത്. അതിന് പണിക്കുറ്റം കഴിഞ്ഞു. ഇനി തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരികയാണെങ്കിൽ വീണ്ടും ടിയാന് സ്റ്റേറ്റ് പ്രസിഡന്റ്, മറ്റേ സാഹിത്യ അക്കാദമി, അതിന് പ്രസിഡന്റ് ആവാൻ സാധിക്കില്ല. അപ്പൊ ഇയാൾക്ക് പ്രസിഡന്റ് ആവണമെങ്കിൽ ഇയാൾ എന്ത് വേണം? അയാൾ കോൺഗ്രസ്സായിട്ട് സഖ്യം ഉണ്ടാക്കണം. അയാൾ കോൺഗ്രസിന്റെ കൂടെയപ്പേ. അപ്പൊ ഇവർക്ക് ഇയാൾ നേരത്തെ പഴയ കാലത്ത് കോൺഗ്രസിന്റെ കൂടെയായിരുന്നു. ഈ സച്ചിദാനന്ദൻ, K. സച്ചിദാനന്ദൻ, അയാൾ ആദ്യകാലത്ത് നക്സലാന്നൊക്കെ പറഞ്ഞു. നക്സലായിരുന്ന കാലത്ത് അയാൾ CPI വഴിക്ക് അയാൾ കേന്ദ്രത്തിലേക്ക് എത്തി, കോൺഗ്രസിന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിച്ച് അവിടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയി. ഇങ്ങനെയുള്ള പാരമ്പര്യമുള്ളവരെ ഇവര് വലിയ എഴുത്തുകാരാന്നൊക്കെ ഭാവിക്കും, വലിയ ചിന്തകരാന്നൊക്കെ ഭാവിക്കും. സത്യത്തിൽ ഇവരുടെ എല്ലാം വലിയ ഓപ്പറേറ്റേഴ്സ് ആണ് ഇവരെല്ലാവരും. ആ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഇവർക്ക് സ്ഥാനങ്ങൾ കിട്ടുക. ഇത്തവണ സച്ചിദാനന്ദന് കിട്ടില്ല. ഇനിയിപ്പോ മത്സരം നടക്കുന്നത് മുകുന്ദനും NS മാധവനും തമ്മിലാണ് മത്സരം. അപ്പൊ ഈ ഒരാൾ പറയും 75 സീറ്റ് കിട്ടും, മറ്റുള്ളവർ 80 സീറ്റ് കിട്ടും, അല്ലെങ്കിൽ മറ്റേ കോൺഗ്രസ് ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ BJP ഇല്ലാണ്ടാവും. ഈ തരത്തിൽപ്പെട്ട ചില പ്രസ്താവനകൾ ഇറക്കിയെങ്കിൽ കിട്ടുന്ന ഗുണം ഇവർക്ക് ചില സ്ഥാനങ്ങൾ കിട്ടും. കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനാകേണ്ട ആളില്ല, അതിന് സെക്രട്ടറി ആക്കാൻ വേണ്ടി പറ്റുന്ന ആളുകളില്ല. അങ്ങനെ വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടിക്കൊണ്ട് ഇതിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആകുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് NS മാധവനെ സംബന്ധിച്ചുള്ളത്. ഒരൊറ്റ ലക്ഷ്യമാണ് M. മുകുന്ദനെ സംബന്ധിച്ചുള്ളത്. ഒരു അസ്തിത്വം ഇല്ല. നാക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നടക്കുന്ന ആളുകള്. അല്ല, ഈ M. മുകുന്ദന്റെ ഒരു തമാശ കൂടി ഞാൻ പറയാം. തമാശയെന്നല്ല, M. മുകുന്ദൻ നാണം കെട്ട ഒരു അവസരം. M. മുകുന്ദൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തിനകത്ത് IK കുമാരൻ എന്ന് പറയുന്ന മയ്യഴി ഗാന്ധിയെ കണാരൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ചിത്രീകരിച്ച് ഫ്രഞ്ചുകാര് മയ്യഴി വിട്ടു പോകുമ്പോഴത്തേക്കും പൊട്ടിക്കരയുന്നതായിട്ടൊക്കെ ചിത്രീകരിച്ചു വെച്ചു. അത് അന്ന് ആരും ചോദ്യം ചെയ്തില്ല. പിൽക്കാലത്ത് IK കുമാരന്റെ കൊച്ചുമകൻ വരുൺ രമേശ് വന്നിട്ട് മാതൃഭൂമിയിൽ തന്നെ ഇതേ ഇന്റർവ്യൂ എടുത്തു ഇദ്ദേഹത്തെ. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു ഭീരുവായ അല്ലെങ്കിൽ ശക്തിയില്ലാത്ത ഒരു കഥാപാത്രമായിട്ട് IK കുമാരനെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു. കണാരൻ എന്ന പേരിൽ അവതരിപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ചു. നാണം കെട്ടുപോയി M. മുകുന്ദൻ. അല്ല, M. മുകുന്ദന് നാണക്കേടൊന്നുണ്ടാവില്ല. നക്കാപ്പിച്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ M. മുകുന്ദന്. അതിനാണ് നേരത്തെ സഞ്ജയൻ പറഞ്ഞ് ഇവര് ഉദ്ദേശിച്ചാ പറഞ്ഞ് ഉത്തമാംഗം വയറാണ് ഇവരുടെ. ഒരു നോവൽ എഴുതിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി ഇവരെ സംബന്ധിച്ച് മാധവനായാലും കൊള്ളാം, ഈ പറയുന്ന മുകുന്ദനായാലും കൊള്ളാം, ഇവരുടെയൊക്കെ ഉത്തമാംഗം വയറാണ്. ഈ വയറിന് വയറ്റിപ്പഴുപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുക.
കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആവണം. ഇനി കേന്ദ്രത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. പണ്ടാണ് സച്ചിദാനന്ദന്റെ തുടർച്ചയായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആവാം, അതിന്റെ സെക്രട്ടറി ആവാം, നല്ല പണം വാങ്ങിക്കാം, അത് അവിടെ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരാർത്ഥികളുടെ ലിസ്റ്റിലേക്ക് അവർ നോമിനേറ്റ് ചെയ്യുന്നതിൽ പ്രസിഡന്റിന് വലിയ റോളുണ്ട്, ആ കമ്മിറ്റിയിൽ ഉൾപ്പെടാം. ഇങ്ങനെയൊക്കെ കലാപരിപാടിയിൽ ഇവർ പലരും നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരാളിവിടെ, ഞാൻ പേര് പറയുന്നില്ല, ഒരാള് ഇവിടെ ഒരു പരസ്യ കമ്പനി ഉണ്ട് UK-യിൽ. ആ പരസ്യ കമ്പനി വഴിക്ക് നോബൽ പ്രൈസിൽ എൻ്റെ പേര് പരിഗണിക്കുന്നുണ്ടെന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ സ്വയം പരസ്യം കൊടുത്തതിന്റെ കഥയും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇതെല്ലാം പറയുന്നത് ഇപ്പൊ സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര കിട്ടുന്നു, കോൺഗ്രസിന് എത്ര കിട്ടുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഈ സീറ്റിനെ സംബന്ധിക്കുന്ന ഇവരുടെ പ്രവചനം രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലേ അല്ല. NS മാധവനോ M മുകുന്ദനോ സച്ചിദാനന്ദനോ രാഷ്ട്രീയ ബോധമില്ല, എനിക്ക് അക്കാര്യത്തിൽ സംശയമില്ല. അവർക്കാകെ നിശ്ചയമുള്ള ഒറ്റ പണിയുള്ളൂ, എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് എന്തും പറയാൻ മടിയില്ലാത്ത ആളുകളാണ് ഇവർ പലരും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടുത്തെ ചില കുത്തക മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ട്. ആ കുത്തക മാധ്യമ പ്രവർത്തകർ കൂടെയല്ലേ NS മാധവൻ? അങ്ങനെയാണല്ലോ. അവരുടെ പരിപാടിയിൽ അധ്യക്ഷനായിട്ട് പോവും. അതിനുശേഷം പറയും ഞാൻ വലിയ വിപ്ലവകാരിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടണം. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാലും കുത്തക മാധ്യമങ്ങൾ വന്നാലും രണ്ട് വന്നാലും തന്നെ സംബന്ധിച്ച് സ്ഥാനമാനങ്ങൾ വേണമെന്ന് അരക്കിട്ട് ഉറപ്പിച്ച് മനസ്സാ ആ ഒരു നയം സ്വീകരിക്കുന്ന ആളുകൾ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇവർക്ക് യാതൊരു പ്രാധാന്യമില്ല. ഇവരെ ചിന്തകൾ പ്രവർത്തിക്കുന്നില്ല, ഇവർക്ക് രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന നിശ്ചയമില്ല, ഇവർക്ക് ആശയ ദാരിദ്ര്യമുണ്ട്. ഇവരിലെ ഒരു കഥ എഴുതിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഇവർ പലരും നല്ല കഥകൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു നോവൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു നോവൽ കഴിഞ്ഞ് രണ്ടാമത്തെ നോവൽ ഇവരെ സംബന്ധിച്ചില്ല. അപ്പൊ ആ നോവലുകൾ ഇവരാരും ഒരിക്കലും OV വിജയനെ പോലെയോ അല്ലെങ്കിൽ മറ്റേ MT വാസുദേവൻ നായരെ പോലെയോ അങ്ങനെ തനതായിട്ടുള്ള തനിമയാർന്നിരിക്കുന്ന സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളല്ല. ഇങ്ങനെ വ്യക്തിത്വം ഇല്ലാത്ത ആളുകൾ രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഒരിക്കലും മര്യാദയല്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തി നമുക്ക് എന്താ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അധികാരത്തിലെത്തി നമുക്കെന്താ? പക്ഷെ കോൺഗ്രസ്സുകാർ അധികാരത്തിലെത്തിയാൽ തനിക്ക് ഇന്ന പോസ്റ്റ് കിട്ടണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സാഹിത്യകാരൻ പറഞ്ഞാല്, ഈ പറയുന്ന സാഹിത്യകാരന്മാരാരും ഈ പറയുന്ന ഇവരൊക്കെ പുക്കാസയുടെ മറ്റേ വാലും പിടിച്ച് നടക്കുന്നവരാണല്ലോ. പുക്കാസ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്താ? അതിനകത്ത് ആരൊക്കെ സാഹിത്യകാരന്മാരുള്ളത്? ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇദ്ദേഹം ഇത് പറയുന്നുണ്ടല്ലോ, സ്റ്റാലിന്റെ നാട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നത്. ആ സ്റ്റാലിന്റെ നാട്ടിൽ കമ്മ്യൂണിസത്തിന്റെ അവസ്ഥ എന്താ? ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഇല്ലാന്ന് മാത്രമല്ല, അവിടെ സ്റ്റാലിന്റെ ഏറ്റവും വലിയ ശത്രുക്കള് അവിടെയുള്ള ബുദ്ധിജീവികളായിരുന്നു, അവിടെയുള്ള സാഹിത്യകാരന്മാരായിരുന്നു. അങ്ങനെയുള്ള സാഹിത്യകാരന്മാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, കമ്മ്യൂണിസ്റ്റ് നേതാവോട് ഒട്ടിച്ചേർന്ന് പ്രവർത്തിച്ച ആദ്യകാലത്ത് ഇവരുടെ സാഹിത്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത P കേശവദേവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ പോലും കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിച്ചത് കേശവദേവാണെന്ന് EMS പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കേശവദേവ് എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട് കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം. ആ വധയന്ത്രം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മാധവം വായിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പ്രാവശ്യമെങ്കിലും M മുകുന്ദൻ അത് വായിക്കേണ്ട ആവശ്യമാണ്. ഇവർ രണ്ടുപേരും ഇത്തരം പുസ്തകങ്ങൾ വായിച്ചാലേ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ അധികാരത്തിലെത്തണം എന്നുള്ള നിലയ്ക്ക് പറയാൻ സാധ്യതയില്ല. പക്ഷേ ഈ മാധവന് തീരെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ BJPക്ക് കേരളത്തിലുണ്ടായിരിക്കുന്ന വളർച്ചയും അതിൻ്റെ മുന്നേറ്റവും ഹിന്ദു സമൂഹം ഒന്നിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സാഹചര്യങ്ങളെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, പക്ഷേ അതിനെ അവഗണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. ബുദ്ധിജീവികൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നില്ലേ? അല്ല, അതിന് മാധവനെ സംബന്ധിക്കുന്ന പ്രധാന പ്രശ്നം BJP വരുന്ന അയാൾക്ക് ആഗ്രഹമുണ്ട്. കാരണം അയാൾ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നക്കാപ്പിച്ച, അയാൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അത് BJP ഒന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം BJPയിൽ വിവരമുള്ള ആളുകൾ പാർട്ടിക്കകത്തുണ്ട്, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് എഴുത്തുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെയുള്ള നിരവധി ആളുകൾ BJPയുടെ പക്ഷത്തുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തനിക്കൊന്നും കിട്ടില്ല എന്നുള്ള ബോധ്യം അത് മാധവനെ സംബന്ധിച്ച് നന്നായിട്ടുണ്ട്, അത് M മുകുന്ദനെ സംബന്ധിച്ച് നന്നായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ തീരുമാനിക്കുന്നത് എങ്കിൽ ഇവർക്ക് സീറ്റോ കിട്ടില്ല. ഇപ്പൊ ആലങ്കോട് ലീലാകൃഷ്ണന് സീറ്റെങ്കിലും കിട്ടി, തൃശ്ശൂര് അസംബ്ലി മണ്ഡലത്തിൽ സംഘം തോറ്റു 3ാം സ്ഥാനത്താവും, അതായിക്കോട്ടെ, എന്നാലും സീറ്റ് കിട്ടിയല്ലോ. ONV കുറിപ്പിന് വേണ്ടി സീറ്റ് കിട്ടി, അയാളെ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ എനിക്കറിയില്ല, ആ സ്ഥാനത്താണ് പുള്ളി എത്തിയത്. അങ്ങനെ TN സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന എഴുത്തുകാരിൽ പല ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റുന്നവരും
അതേപോലെ തന്നെ അവരിൽ നിന്ന് സ്ഥാനമാനങ്ങൾ കൈപ്പറ്റുന്നവരും അവരിൽ നിന്ന് പണം വാങ്ങിക്കുന്നവരും അവർക്ക് വേണ്ടിയിട്ട് കഥകൾ എഴുതുന്നവരും അവർക്ക് വേണ്ടിയിട്ട് ചരിത്രം രചിക്കുന്നവരും അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പബ്ലിക്കിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ സർവേ പോലും നടത്തത്തക്ക രീതിയിൽ അധപ്പതിച്ചു പോയവരാണ് ഈ പറയുന്ന എഴുത്തുകാരെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് മാധവന്റെ പ്രസ്താവനയും ഞാൻ എടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 75-80 കിട്ടിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. കോൺഗ്രസ്സുകാരും ഭരിച്ചില്ല എന്നുള്ളതിനകത്തും എനിക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ ഒന്നുണ്ട്, മാധവന്മാരും മുകുന്ദന്മാരും ആലങ്കോട് ലീലാകൃഷ്ണന്മാരും കേരളത്തിന്റെ സാഹിത്യ രംഗത്തിന്റെ ഏറ്റവും വലിയ അവരാണ് വാസ്തവത്തില് ഈ രംഗത്ത് അധപ്പതിപ്പിച്ചതിൽ അവർക്കുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. അത് നമുക്ക് സംശയമില്ല. അപ്പൊ അതിനുകൊണ്ട് അവർ ഓശാൻ എത്ര വേണമെങ്കിലും പാടിക്കോട്ടെ. ആ പാടുന്നത് കേരളത്തിലെ സാഹിത്യരംഗത്തിന് വേണ്ടിയിട്ടല്ല. അവിടെയാണ് സഞ്ജയൻ പറഞ്ഞ, കുട്ടിക്കൃഷ്ണമാരാര് പറഞ്ഞ ഉത്തമാംഗം വയറിന്റെ പ്രതിനിധികളാണ് ഇവരെന്നാണ് എൻ്റെ അഭിപ്രായം.